ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നൊരു സ്വീറ്റ് റെസിപ്പിയാണ്. ഇത് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി സ്വീറ്റ് റെസിപ്പിയാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. വീഡിയോയിലോട്ട് പോകാം. അപ്പം നമുക്ക് സ്വീറ്റ് റെഡിയാക്കാൻ തുടങ്ങാം. അപ്പം സ്വീറ്റ് റെഡിയാക്കാൻ മെയിനായിട്ട് ആവശ്യമായിട്ടുള്ളത് സൂചി അല്ലെങ്കിൽ റവ. അപ്പം നമുക്ക് ഇത് 1 കപ്പ് റവയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പം ഞാനിതൊരു മെഷറിംഗ് കപ്പിലോട്ട് 1 കപ്പ് നമുക്ക് അളന്നെടുക്കാം. ഒരു കപ്പ് റവ അളന്നെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ വേണ്ടിയിട്ടുള്ളത് കാഷ്യൂനട്ട് ഒരു ചെറിയൊരു ബൗളിൽ എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നട്ട്സ് എത്ര വേണമെങ്കിലും ആഡ് ചെയ്യാവുന്നതാണ്. അതനുസരിച്ച് ടേസ്റ്റും കൂടും നമ്മളുടെ സ്വീറ്റിന്. പിന്നെ കുറച്ച് കിസ്മിസ് എടുത്തിട്ടുണ്ട്, അല്പം ബദാം ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കളറിന് വേണ്ടി ഞാൻ കുറച്ച് കേസർ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ചൂടുവെള്ളത്തിൽ ഒഴിച്ച് വെച്ചൊന്ന് സോക്ക് ചെയ്യാൻ വയ്ക്കുക. അപ്പോൾ നല്ലപോലെ കേസറിൻ്റെ കളറെല്ലാം നല്ല രീതിയിൽ വരും. അപ്പോൾ ഒരല്പം ചൂടുവെള്ളം നമുക്ക് തിളച്ച വെള്ളം ഈ കേസറിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചൂടുവെള്ളം ഒഴിച്ചപ്പോൾ തന്നെ അതിൽ നിന്ന് നല്ല ലൈറ്റ് യെല്ലോ കളർ ഇപ്പോൾ തന്നെ വന്നു തുടങ്ങി. ഇനി ഇത് കുറച്ച് നേരം നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ആദ്യം നമുക്ക് ഇത് റവ ഒന്ന് വറുത്തെടുക്കണം. അതിന് മുന്നേ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നട്ട്സ് ആദ്യം ഒന്ന് വറുത്ത് കോരാം. അപ്പോൾ ഞാനിവിടെ ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഒരു 3-4 ടേബിൾ സ്പൂണോളം നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ആദ്യം നമുക്ക് കാഷ്യൂനട്ടും ബദാമും ഒന്ന് വറുത്തെടുക്കാം. അതിനുശേഷം കിസ്മിസും ഒന്ന് വറുത്തെടുക്കാം. നട്ട്സ് എല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു ബൗളിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അതേ നെയ്യ് തന്നെ നമുക്കൊന്ന് ആദ്യം എടുത്തു വെച്ചിട്ടുള്ള 1 കപ്പ് റവ ഒന്ന് നല്ല രീതിയിലൊന്ന് വറുത്തെടുക്കാം. ഗ്യാസ് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം വറുത്തെടുക്കാൻ, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. നല്ല ഒരു മൂത്ത് വരുന്നത് വരെ നല്ല ഒരു പച്ചമണമെല്ലാം മാറിക്കിട്ടണം. അതുവരെ നമുക്കൊന്ന് നല്ല രീതിയിലൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ റവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല രീതിയിൽ വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് പെട്ടെന്ന് തന്നെ വേറൊരു പാത്രത്തിലോട്ട് വെക്കാം. നമ്മൾ ആ വറുത്ത പാനിൽ തന്നെ പിന്നെ റവ വെച്ചിരിക്കാൻ പാടില്ല. വീണ്ടും അത് ആ ചൂട് തട്ടി കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് ഇതേപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. ഇനി അടുത്തായിട്ട് റവ വറുത്ത അതേ പാനിൽ തന്നെ നമുക്കിതിലോട്ട് നമ്മൾ റവ എടുത്ത അതേ മെഷറിംഗ് കപ്പിൽ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 3 കപ്പ് വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 1 കപ്പ് റവയ്ക്ക് 3 കപ്പ് വെള്ളം യൂസ് ചെയ്യുന്നുണ്ട്. കാരണം വെള്ളത്തിൽ നല്ലപോലെ വെള്ളത്തിൽ വേണം നമുക്ക് ഈ റവ വേവിച്ചെടുക്കാനുള്ളത്. പെട്ടെന്ന് തന്നെ റവ കട്ടിയായി കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ഇരട്ടി വെള്ളം എടുക്കുന്നത്. ഞാൻ 1 കപ്പ് റവയ്ക്ക് ഒരു 3 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഈ വെള്ളം നല്ല രീതിയിലൊന്ന് തിളച്ച് വരണം. ഞാൻ ഈ വെള്ളത്തിലോട്ട് കുറച്ച് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഏലക്ക 2-3 ഏലക്ക ഒന്ന് ചതച്ചത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതിലോട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള കേസറിൻ്റെ ആ ഒരു മിക്സും ഇപ്പോൾ നല്ല രീതിയിൽ ആ കേസറിൻ്റെ കളറെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്വീറ്റിന് ഈ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കേസർ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷനിലാണ്, നമുക്ക് കളറില്ലാതെ വേണമെങ്കിൽ ഈ ഒരു സ്വീറ്റ് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ കേസറിൻ്റെ കളറും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒന്നുകൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ള് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ഞാൻ സൺഫ്ലവർ ഓയിൽ 1 ടേബിൾ സ്പൂണോളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് തിളച്ച് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം ഞാൻ വെള്ളം തിളയ്ക്കാൻ വേണ്ടി ഹൈ ഫ്ലെയിമിലിട്ടിട്ടായിരുന്നു വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഗ്യാസ് നല്ല രീതിയിൽ ഇപ്പോൾ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത്
ഗ്യാസ് ഒന്ന് ഫ്ലെയിം ഒന്ന് സിമ്മിൽ വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള റവയിൽ നിന്ന് പകുതി ആദ്യം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബാക്കിയുള്ളതും പെട്ടെന്ന് തന്നെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കൈ എടുക്കാതെ തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ആ മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ വെള്ളത്തിൽ തന്നെ ആ റവ എല്ലാം ഒന്ന് പിടിച്ചെടുത്ത് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി കിട്ടും. അതുകൊണ്ട് കൈ എടുക്കാതെ തന്നെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മൾ ഒഴിച്ച വെള്ളമെല്ലാം നല്ല രീതിയിൽ വറ്റി റവയിലെല്ലാം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഇതുവരെ നമ്മൾ ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. നമുക്ക് ആവശ്യത്തിന് മധുരം ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 1 കപ്പ് റവയ്ക്ക് 1 കപ്പ് പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് കറക്റ്റ് മധുരമാണ്. അപ്പോൾ നമുക്ക് പഞ്ചസാരയും കൂടെ ഇട്ടതിന് ശേഷം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ പഞ്ചസാര എല്ലാം ഒന്ന് മെൽറ്റായി വന്ന് വീണ്ടും നമ്മളുടെ റവ ഒന്ന് ലൂസായി വരും. അതിനുശേഷം വീണ്ടും നല്ല രീതിയിലൊന്ന് 5-10 മിനിറ്റ് ഒന്നും കൂടെ ഒന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ വീണ്ടും പഴയതുപോലെ ഡ്രൈ ആയി വരുന്നതാണ്. ഇപ്പോൾ പഞ്ചസാരയെല്ലാം നല്ല രീതിയിലൊന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കൈയെടുക്കാതെ തന്നെ വീണ്ടും ഒരു 2-3 മിനിറ്റ് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് ഡ്രൈ ആയി വരുന്നതാണ്. ഇപ്പോൾ വീണ്ടും പഞ്ചസാര നമ്മളിട്ടതെല്ലാം നല്ല രീതിയിൽ ആ റവയിൽ ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ നല്ല രീതിയിൽ പാത്രത്തിൽ നിന്ന് ആ വിട്ട് വരുന്ന ഒരു സ്റ്റേജായി. ഈ സമയത്ത് വീണ്ടും ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ആദ്യം വറുത്ത് വെച്ചിട്ടുള്ള നട്ട്സും ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മളുടെ റവ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി 1 മിനിറ്റും കൂടെ ഒന്നും കൂടെ ഈ നട്ട്സും കൂടെ ഒന്നും കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും. പാത്രത്തിൽ നിന്നിങ്ങനെ വിട്ട് വരുന്ന ആ ഒരു പരുവാകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം റവ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. 2-3 മിനിറ്റ് കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്ക് പെട്ടെന്ന് തന്നെ സർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാവുന്നതാണ്. ഇല്ലെങ്കിൽ നമുക്ക് ഇത് ഇങ്ങനെ തന്നെ കോരി വേണമെങ്കിൽ നമുക്ക് സ്പൂണിൽ വേണമെങ്കിൽ അങ്ങനെ കഴിക്കാം. നിങ്ങൾക്ക് ഏതെങ്കിലും ഷേപ്പിൽ വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ ആ പാത്രത്തിൽ ഒന്ന് നെയ്യ് തടവിയതിന് ശേഷം ആ ഷേപ്പിൽ നമുക്ക് ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് സ്ക്വയർ പീസായിട്ടോ ഏതെങ്കിലും ഒരു ഷേപ്പിൽ വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇനി ഞാനിതൊരു സർവിങ് പ്ലേറ്റിലോട്ട് മാറ്റുകയാണ്. ഞാൻ ചെറിയൊരു ബൗളിലാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഏത് ബൗളിലാണോ എടുക്കുന്നത് അതേ ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടുന്നതാണ്. ഇതേപോലത്തെ ഒരു ബൗളിലാണ് ഞാനിവിടെ സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എന്നിട്ട് ഇതേപോലെ വേറൊരു പ്ലേറ്റിലോട്ടൊന്ന് തട്ടി കൊടുക്കുമ്പോൾ തന്നെ ആ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് ഹൽവ റെഡിയായി കിട്ടുന്നതാണ്. ഇത്രയേ ഉള്ളൂ. ഈസി ആയിട്ടുള്ള റവ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നല്ല വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന നല്ല രുചിയും നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു ഹൽവയ്ക്ക്. ഒരു 10-15 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഹൽവ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും അതിനടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.